നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിങ്ങനെ വർക്കൗട്ടും ഡയറ്റും ചെയ്തു പോയാൽ മാത്രം പോരാ, നമുക്ക് കുറച്ച് അതിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻസും വേണം. എന്തുകൊണ്ട് വെയിറ്റ് കുറയുന്നില്ല, എന്തുകൊണ്ട് കുറയുന്നു, എന്തുകൊണ്ട് എനിക്ക് ഈ ചേഞ്ചസ് കിട്ടുന്നില്ല, അവർക്ക് കിട്ടിയ അത്ര വെയിറ്റ് റിഡക്ഷൻ എന്തുകൊണ്ട് എനിക്ക് സംഭവിക്കുന്നില്ല. സോ അതിനെപ്പറ്റിയാണ് ഇന്ന് ബ്രീഫ് ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് വെയിറ്റ് റിഡക്ഷൻ സംഭവിക്കാത്തത്? അതിന് ചില കാരണങ്ങൾ മാത്രം. സോ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാരണങ്ങൾ, ഡീറ്റെയിൽസ് ഞാൻ ഇതിലിങ്ങനെ പറഞ്ഞു പോവും. ഇതിൽ പിക്ചർ കാണിക്കാത്ത ചില ഡീറ്റെയിൽസ് കൂടി ഈ വോയിസസിൽ ഉണ്ടായിരിക്കും കേട്ടോ. സോ സ്റ്റേ ട്യൂൺഡ്, ഫുള്ളായിട്ട് കേൾക്കണം. ഓക്കെ, പഠിച്ചതിൻ്റെയും ഇതുവരെ ക്ലാസ് എടുത്തതിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. ഒരു ട്രെയിനർ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തീർച്ചയായിട്ടും നിങ്ങളുടെ ബ്ലഡ് റിസൾട്ട് ചോദിച്ചിട്ടുണ്ടായിരിക്കും. നോർമലായിട്ട് നമ്മൾ ചെയ്യേണ്ടത് HbA1c, ലിപ്പിഡ് പ്രൊഫൈൽ, തൈറോയിഡ്, PCOD, PCOS ആൻഡ് വൈറ്റമിൻ D ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ ബോഡിയുടെ അവസ്ഥ നമുക്ക് മനസ്സിലാവും. ഓക്കെ, BP ഒബ്വിയസ്ലി നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ടെസ്റ്റ് ചെയ്യും. BP ടെസ്റ്റ് ചെയ്യുക, ബാക്കിയുള്ള ടെസ്റ്റുകൾ കൂടി ചെയ്യുക, എങ്കിൽ നമുക്ക് മനസ്സിലാവും ഏകദേശം നമ്മുടെ ബോഡിയുടെ അവസ്ഥ എന്താണെന്ന്. ഇനി LDL കൊളസ്ട്രോൾ ഹൈ ആണെങ്കിൽ ചിലപ്പോൾ ECG സജസ്റ്റ് ചെയ്യും. ECGയിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫർദർ ടെസ്റ്റുകളിലോട്ട് പോകണ്ടു. പക്ഷേ നിങ്ങളൊരു ജിമ്മിലൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്രയും ടെസ്റ്റുകൾ ചെയ്യേണ്ടത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പെട്ടെന്ന് നിങ്ങൾ വെയിറ്റ് ലിഫ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബോഡിയുടെ കണ്ടീഷൻ എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഹെവി ലിഫ്റ്റിങ്ങിനൊക്കെ തയ്യാറാവുക എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്യുന്നതും ഹെവി വെയ്റ്റ് ലിഫ്റ്റിംഗ് ചെയ്യുന്നതും ഒക്കെ ബോഡിക്ക് വളരെ 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 നല്ലതാണ്. ഹെൽത്തി മസിൽസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വളരെ നല്ലതാണ്. പക്ഷേ ഓൾറെഡി നിങ്ങളുടെ ഇൻസൈഡിൽ എന്തെങ്കിലും ഡാമേജ് ഉള്ള നിങ്ങളാണ് ഇത് ചെയ്യുന്നത്. ബോഡിക്ക് ഒരു മുന്നറിയിപ്പും കൊടുക്കാതെ പെട്ടെന്ന് പോയിട്ട് വെയിറ്റ് എടുക്കുമ്പോഴൊക്കെയാണ് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലങ്ങളൊക്കെ സംഭവിക്കുന്നത്. സോ അതിന് വർക്കൗട്ടിനെ അല്ല കുറ്റം പറയേണ്ടത്. നിങ്ങൾ 6 months വൺസ് നിങ്ങളുടെ ബ്ലഡ് ഷുഗർ, ഓൾ ദ എൻറ്റയർ ബോഡി ചെക്കപ്പ് ചെയ്യേണ്ടത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിൽ ആദ്യത്തെ കണ്ടീഷൻ, വെയിറ്റ് റിഡക്ഷന് വേണ്ടി വെയിറ്റ് റിഡക്ഷൻ സ്ലോ ആക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാന റീസണുകളിൽ ഒന്നാണ് ഡയബറ്റിക് കണ്ടീഷൻ. നിങ്ങൾ ഡയബറ്റിക് കണ്ടീഷനിലാണ്, നിങ്ങൾ ഒബീസിറ്റിയോടെ ഉണ്ട്, അതായത് ഒബീസ് കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് റിഡക്ഷൻ ഭയങ്കര സ്ലോ ആയിരിക്കും. ഒബീസ് ആയിരിക്കുന്നത് ഡയബറ്റിക് കണ്ടീഷനിലാണെങ്കിൽ വെയിറ്റ് റിഡക്ഷൻ വളരെ വളരെ പാടാണ്. സോ ഒരിക്കലും ഡയബറ്റിക് ആവാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഡയബറ്റിക് ആയി എന്ന് വെച്ച് പാനിക് ആവരുത്. സ്ലോ ഡൗൺ ആവും എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. വെയിറ്റ് റിഡക്ഷൻ സംഭവിക്കാതെ വരുന്ന ഒരു സാഹചര്യവും ഇല്ല. ഞാൻ അങ്ങനെയുള്ളവർക്ക് കൂടി ക്ലാസ് എടുക്കുന്നതാണ്. പക്ഷെ അവർക്ക് നമുക്ക് പെട്ടെന്ന് ഭക്ഷണം കട്ട് ചെയ്തിട്ടോ ഭയങ്കരമായിട്ട് സ്റ്റാവ് ചെയ്തിട്ട് വിശന്നിരുന്നിട്ടൊന്നും ഡയറ്റ് എടുക്കാൻ സാധിക്കില്ല. അവർക്ക് 3 നേരവും പ്രോപ്പർ ഭക്ഷണം കൊടുത്തുകൊണ്ട് വെയിറ്റ് റിഡക്ഷൻ സംഭവിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഭക്ഷണം കട്ട് ചെയ്തിട്ട് എക്സസൈസ് ചെയ്തിട്ട് അവരെ കൊണ്ട് വെയിറ്റ് കുറപ്പിക്കുക പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയബറ്റിക് കണ്ടീഷനുള്ളവർക്ക് വെയിറ്റ് റിഡക്ഷൻ വളരെ സ്ലോ ആയിരിക്കും. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ഗട്ട് ഹെൽത്ത്. നമ്മുടെ ഗട്ട് ഹെൽത്ത് നമ്മുടെ ബ്രെയിനിനെ വരെ കൺട്രോൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? വിശ്വസിക്കും. കാരണം നിങ്ങൾ ഒത്തിരി റീലുകൾ അത് റിലേറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. ഓഫ് കോഴ്സ് നമ്മുടെ മൂഡ്, നമ്മുടെ മാനസികാവസ്ഥ വരെ നമ്മുടെ ഗട്ട് ഹെൽത്തിൽ ഡിപ്പെൻഡൻ്റ് ആണ്. നമ്മുടെ വയറ് ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ, നമുക്ക് പ്രോപ്പർ ഡൈജഷൻ നടക്കുന്നില്ലെങ്കിൽ, ഇതൊക്കെ നമ്മുടെ മൈൻഡിനെ കൂടി ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. സോ നന്നായിട്ട് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് ഗട്ട് ക്ലെൻസ് ചെയ്ത് സൂക്ഷിക്കുക എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എങ്ങനെയാണ് ഗട്ട് ക്ലെൻസ് ചെയ്ത് സൂക്ഷിക്കുന്നത്, എൻ്റെ പ്രോട്ടീൻ ഇൻടേക്ക് എന്താണ് എന്നതിനെ പറ്റിയിട്ടാണ് നെക്സ്റ്റ് വീഡിയോ വരുന്നത് കേട്ടോ. സോ അടിപൊളിയാണ് എങ്ങനെ നമുക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം എടുക്കാം, എന്താണ് ഞാൻ ഗട്ട് ക്ലെൻസിങ്ങിന് വേണ്ടി ചെയ്യുന്നത്, അത് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ സിവിയറായിട്ട് കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് ഭയങ്കര ഡാമേജ്ഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് വെയിറ്റ് റിഡക്ഷനെ കാര്യമായിട്ട് ബാധിക്കും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു മെഡിക്കൽ ഹെൽപ്പ്, ഈവൻ ആയുർവേദയിലും ഒക്കെ അതിനൊരുപാട് സൊല്യൂഷൻസ് പറയുന്നുണ്ട്, ഒരു മെഡിക്കൽ ഹെൽപ്പ് ആവശ്യപ്പെടണം. എന്നിട്ട് തീർച്ചയായിട്ടും ഗട്ട് ഹെൽത്ത് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, സോ അതും വെയിറ്റ് റിഡക്ഷനെ കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കുക, ലോട്ട്സ് ഓഫ് വെജിറ്റബിൾസ്, ലോട്ട്സ് ഓഫ് ഫ്രൂട്ട്സ്. ചിലപ്പോൾ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിച്ചിട്ടും ഗട്ട് ഹെൽത്ത് ഓക്കെ അല്ലാത്തവരുണ്ട്. സോ അതിൻ്റെ റീസൺ, ഇതിനൊക്കെ ഒരു റീസൺ ഉണ്ടായിരിക്കും, അത് കണ്ടുപിടിക്കണം, അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഓക്കെ, അടുത്ത റീസൺ, അതായത് വെയിറ്റ് റിഡക്ഷൻ സംഭവിക്കാത്തതിൻ്റെ അനദർ റീസൺ, ഹൈ പ്രോട്ടീൻ ഭക്ഷണങ്ങൾ നിങ്ങൾ എടുക്കാത്തതായിരിക്കും. സോ പ്രോട്ടീൻ നമുക്ക് ഫിഷിലും ചിക്കനിലും മുട്ടയിലും ഒക്കെ കണ്ടെത്താം. വെജിറ്റേറിയൻ പ്രോട്ടീൻ എടുക്കുന്നവർ, പയറ്, പരിപ്പ്, കടലയൊക്കെ വാരി വാരി കഴിക്കുന്നവർ ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ ആണെന്ന് മനസ്സിലാക്കുക. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളുടെ ഷോർട്ട് വീഡിയോസ് ഞാൻ ചെയ്യുമ്പോൾ അതിൽ ഞാൻ പറയാറുണ്ട് ഏതാണ് ആക്ച്വൽ വെജ് പ്രോട്ടീൻ എന്നുള്ളത്. വെജ് പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യുക, കിൻവ, പനീർ,
സോയ തുടങ്ങിയ സാധനങ്ങളിലാണ് ആക്ച്വലി കംപ്ലീറ്റ് പ്രോട്ടീൻ ഉള്ളത്. അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് പ്രോട്ടീനെ കാർബോ അല്ലെങ്കിൽ അതർ പ്രോട്ടീനോ ആയിട്ട് മിക്സ് ചെയ്തിട്ട് കഴിച്ചിട്ട് കംപ്ലീറ്റ് പ്രോട്ടീനായിട്ട് എടുക്കുക. എന്താണെങ്കിലും പ്രോട്ടീൻ കണ്ടെത്തേണ്ടത് എത്രയാണ് എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ബോഡിയുടെ വെയ്റ്റിൻ്റെ 0.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് എത്രയാണോ അത്ര പ്രോട്ടീനാണ് നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങളുടെ ബോഡിക്ക് ആവശ്യം. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ മാത്രമേ നല്ലൊരു ബോഡി കണ്ടീഷൻ, നല്ലൊരു അല്ലെങ്കിൽ ഒടിഞ്ഞു തൂങ്ങിയ ശരീരമായിരിക്കും. അപ്പോൾ അതല്ലാത്ത ബോഡീനെ എങ്ങനെയാണ് പറയുക, നല്ല ഡിഫൈൻഡ് ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബോഡി കണ്ടീഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റായിട്ടും മസിൽ സ്ട്രെങ്ത്തിന് വേണ്ടി ഡെഫിനറ്റായിട്ടും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചേ മതിയാകും. പ്രോട്ടീൻ എടുത്തിട്ടില്ലെങ്കിൽ അതും വെയ്റ്റ് റിഡക്ഷന് കാരണമാവില്ല. ബിക്കോസ് നമ്മുടെ എല്ലാ ഭക്ഷണങ്ങളുടെയും പ്രോപ്പർ അബ്സോർപ്ഷനും പ്രോപ്പർ ഡൈജഷനും പ്രോട്ടീൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ല ഫിഷുകൾ ഏതൊക്കെയാണ്, അതിൽ എത്രത്തോളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സാൽമണിൽ എത്രയാണ് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത്, തിലാപ്പിയ എന്ന് പറയുന്ന മീനിൽ എത്രയാണ് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, സർഡെയിൻ എന്ന് പറയുന്ന നമ്മുടെ സാധാരണ മത്തിയിൽ എത്രത്തോളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ടെന്നറിയോ. ഇതൊക്കെ നമ്മൾ കറി വെച്ചാണ് കഴിക്കേണ്ടത്. മത്തി എന്ന് പറഞ്ഞാൽ അപ്പം എല്ലാവരും പറയും മത്തി മസാല തേച്ച് കുരുമുളക് തേച്ച് വറുത്തെടുത്താൽ അതിൻ്റെ ന്യൂട്രീഷൻ വാല്യൂ ഒക്കെ എത്രയാണ് നഷ്ടപ്പെടുന്നത്. നിങ്ങളത് നല്ല കറി വെച്ച് കഴിക്കൂ. ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കാതെ നല്ല കറി വെച്ച് നിറയെ മത്തി ദിവസേന കഴിക്കൂ. എന്ത് നല്ലതാ. കുഞ്ഞുങ്ങൾക്ക് ധാരാളമായിട്ട് കൊടുക്കൂ. എല്ലാ ഫിഷുകളും കഴിക്കൂ, പക്ഷെ കറി വെച്ച് കഴിക്കൂ. ഇതൊന്നും നമുക്കറിയാത്തത് കൊണ്ടല്ല നമ്മൾ ചെയ്യാത്തത്. നമുക്ക് ടേസ്റ്റ് ഇഷ്ടം വറുത്ത് കഴിക്കുന്നതാണ് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ നമ്മളുടെ ടേസ്റ്റിനെയൊക്കെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ബോഡി നമ്മളോട് ചില സമയത്ത് പ്രതികരിക്കും. ആ ഒരു പ്രതികരണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഇപ്പോഴേ കൺട്രോൾ ചെയ്തുകൊണ്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാലത്തും നമുക്ക് മത്തി വറുത്ത് കഴിക്കാം ഇടയ്ക്കൊക്കെ. ഓക്കെ, ശരി. ഞാൻ പ്രോട്ടീനിന് വേണ്ടി ആശ്രയിക്കുന്നത് എഗ്ഗാണ്, ചിക്കനാണ്, ഫിഷാണ്. കിൻവ കഴിക്കാറുണ്ട്. എപ്പോഴും എൻ്റെ അടുത്ത് കിൻവ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടായിരിക്കും. ഞാൻ സോയ കഴിക്കാറുണ്ട്, സോയ മിൽക്ക് കഴിക്കാറുണ്ട്. സോ പ്രോട്ടീനിന് വേണ്ടി ഞാൻ എടുക്കുന്നത് ഇതൊക്കെയാണ്. പനീർ ഓൾ ദ ടൈം മിൽക്ക് ആൻഡ് ഡയറി പ്രോഡക്ട്സ് എൻ്റെ ബോഡിക്ക് ഓക്കെ അല്ല എന്ന് തോന്നുന്ന സമയത്ത് ഞാനത് സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരാളെടുക്കുന്ന പ്രോട്ടീൻ തന്നെ മറ്റൊരാൾ എടുത്തോളണം എന്നില്ല. ഏതൊക്കെയാണ് പ്രോട്ടീൻ സോഴ്സസ് എന്ന് കണ്ടുവയ്ക്കുക, കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. നമ്മുടെ ബോഡിക്ക് ഏതാണോ ഓക്കെ ആവുന്നത് അത് ധാരാളമായിട്ട് എടുക്കുക. നമ്മുടെ ബോഡിക്ക് ഓക്കെ ആവുന്നത് മാത്രമല്ല, നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കുന്ന പ്രോട്ടീനെ എടുത്ത് കഴിക്കുക. അതല്ലാണ്ട് എല്ലാവരും റീൽസ് ഉണ്ടാക്കുന്നവരെല്ലാവരും കുറേ പ്രോട്ടീൻ കാണിച്ചിട്ടുണ്ടായിരിക്കും. അതൊക്കെ നിങ്ങളുടെ ബോഡിക്ക് ഓക്കെ ആയിക്കൊള്ളണം എന്നില്ല. ഓക്കെ, ചിലവർക്ക് ഡയറി പ്രോഡക്ട്സ് ഒക്കെ ഭയങ്കര അലർജി ഉള്ളവരായിരിക്കും. അവർ പനീർ കുത്തി കയറ്റി അസുഖം വിളിച്ച് വരുത്തരുത്. ഓക്കെ, അത് ഗട്ട് ഹെൽത്തിനെ ബാധിക്കും. ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു സിസ്റ്റേഴ്സിന് പറഞ്ഞു തരുന്ന പോലെയോ എൻ്റെ അടുത്ത വീട്ടിലുള്ള ആളുകൾക്ക് പറഞ്ഞു തരുന്ന പോലെ എൻ്റെ ഫാമിലിക്ക് പറഞ്ഞു തരുന്ന പോലെയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. എല്ലാ റീൽസിലും കാണിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചോളണം എന്നില്ല. നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കുന്നത് നമുക്ക് പക്ഷേ പ്രോട്ടീൻ റിക്വയർഡ് ആണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ വെയ്റ്റിനനുസരിച്ച് നമുക്ക് ഇനഫ് പ്രോട്ടീൻ ദിവസേന ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും ഇതിൽ പ്രോട്ടീൻ എന്താ ഞാൻ കഴിക്കുന്നത്, ഇതിൽ ഫൈബർ എന്താ, കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് എന്താ. ബാക്കിയെല്ലാം മനസ്സിലായിട്ടുണ്ടായിരിക്കും. എങ്കിലും സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സും മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല അല്ലേ. സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് ആർ ഓൾ വൈറ്റ് കളർ കാർബോഹൈഡ്രേറ്റ്സ്. എന്തൊക്കെ വൈറ്റ് കളറിൽ നമ്മൾ കാർബായിട്ട് കഴിക്കുന്നു, ലൈക്ക് വൈറ്റ് ബ്രെഡ്, വൈറ്റ് റൈസ്, ഇതൊക്കെ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ്. അത് നമുക്ക് ഷുഗർ സ്പൈക്ക് കൂട്ടും. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് എല്ലാം ബ്രൗൺ ആയിരിക്കും, അൺപ്രോസസ്ഡ് ആയിരിക്കും, ഒത്തിരി പ്രോസസ്സിങ്ങിലൂടെ കടന്നു പോവാത്തതായിരിക്കും. ബ്രൗൺ ബ്രെഡ്, ബ്രൗൺ വീറ്റ്, ബ്രൗൺ റൈസ്, ഓക്കെ, അതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. നമുക്ക് വേണ്ടാത്തത് വൈറ്റ്സ് ആണ്. ഇത് സിമ്പിളായിട്ട് പറഞ്ഞതാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ വേണമെങ്കിൽ അപ്പോൾ പറയാം കേട്ടോ. ഇപ്പം നമ്മൾ ലാപ്സി റവ അല്ലെങ്കിൽ ബ്രോക്കൺ വീറ്റ് വെച്ചിട്ട് നമ്മൾ ഉപ്മ ഉണ്ടാക്കി കഴിക്കുന്നില്ലേ, കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ആണെന്ന് നമുക്ക് പറയാം. കാരണം അധികം പ്രോസസ്സിങ് ചെയ്യാതെ തവിടോടുകൂടി കഴിക്കുന്ന ഭക്ഷണം നല്ലതാണെന്ന് നമ്മുടെ അമ്മമ്മമാരൊക്കെ പറഞ്ഞു കേട്ടില്ലേ. ദാറ്റ്സ് ഇറ്റ്, കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ്. അത് സിമ്പിളായിട്ട് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. സോ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് എടുക്കണം. എടുത്തില്ലെങ്കിൽ നമ്മൾ ഷുഗറും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സും രണ്ടും കൂടി കട്ട് ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യരുത്. നിങ്ങൾക്ക് ഉറക്കം പോലും കിട്ടില്ല, ബോഡി ഭയങ്കരമായിട്ട് ക്ഷീണിക്കും, ഭയങ്കരമായിട്ട് ടയർഡാവും, ഭയങ്കരമായിട്ട് തലവേദന വരും. അപ്പോൾ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് എടുക്കണം കുറച്ചെങ്കിലും, പക്ഷേ ഷുഗർ കട്ട് ചെയ്യണം.
മനസ്സിലാവുന്നുണ്ടല്ലോ? അത് എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ അവർക്ക് മനസ്സിലാവും. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സും ഷുഗറും കൂടി ഒന്നിച്ച് കട്ട് ചെയ്യരുത് എന്നാണ് ഓൾ ടോട്ടലായിട്ട് ഞാൻ പറഞ്ഞത് കേട്ടോ. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ രൂപത്തിൽ കുറച്ച് കാർബോഹൈഡ്രേറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ ഡയറ്റ് എടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ടയർഡ് ആവുകയോ പെട്ടെന്ന് ബ്ലാക്ക് ഔട്ട് ആവുകയോ ചെയ്യും. പെട്ടെന്ന് നമ്മൾ തലതിരിഞ്ഞ് എവിടെയെങ്കിലും വീഴും. കാർബോഹൈഡ്രേറ്റ്സും ഷുഗറും കൂടി ഒന്നിച്ച് കട്ട് ചെയ്താൽ. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണം ഡയറ്റ് എടുക്കുന്ന സമയത്ത് കേട്ടോ. ആൻഡ് ഫൈബർ റിച്ച് ആയിരിക്കണം നമ്മുടെ ഭക്ഷണം, പ്രോട്ടീൻ റിച്ച് ആയിരിക്കണം, കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടായിരിക്കണം, ഹെൽത്തി ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണമായിരിക്കണം കഴിക്കുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കുക. അതർ ന്യൂട്രിഷൻസൊക്കെ ഇതിൻ്റെ സബ്ബായിട്ട് അതിൻ്റെ കൂടെ വന്നോളും. നമ്മൾ കഴിക്കുമ്പോൾ പ്രോട്ടീൻ മാത്രം വേവിച്ച് അങ്ങനെ തിന്നുമല്ലല്ലോ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ അതർ ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കുമ്പോൾ അതർ ന്യൂട്രിഷനൊക്കെ അതിൻ്റെ കൂടെ ആഡ് ഓൺ ആയിക്കോളും. ലോട്ട്സ് ഓഫ് വെജിറ്റബിൾ ചേർത്തിട്ട് നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യുമ്പോൾ വെജിറ്റബിൾസിൻ്റെ വാല്യൂ കൂടി അതിൻ്റെ കൂടെ ആഡ് ഓൺ ആവും. സോ അങ്ങനെ ഇത് ന്യൂട്രിഷൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം ആയിക്കോളും. പക്ഷേ ഈ മെയിൻ ന്യൂട്രിഷൻസിനെ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ന്യൂട്രിഷൻ്റെ കാര്യം കഴിഞ്ഞു. പിന്നെ സ്ട്രെസ്സാണ് എന്നും പറയുന്നതാണ്, എപ്പോഴും പറയുന്നതാണ്. സ്ട്രെസ് ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് തന്നെയാണ്. വെയിറ്റ് റിഡക്ഷനെ കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ ഹൈലി സ്ട്രെസ്ഡ് ആണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക? ഹൈലി സ്ട്രെസ്ഡ് ആണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഫുഡ് അവോയ്ഡ് ചെയ്യുക? സ്ട്രെസ്സ് കാരണം കൊണ്ട് ഫുഡ് കുക്ക് ചെയ്ത് കഴിച്ച് ഹാപ്പിനെസ് കണ്ടെത്തുന്ന എത്ര പേരുണ്ട് നമുക്കിടയിൽ? ഇത് കാണുന്ന എത്ര പേരുണ്ട്? സ്ട്രെസ്സിനെ ഫുഡുമായിട്ട് കൺവേർട്ട് ചെയ്യുന്ന എത്ര പേരുണ്ട്? കമൻറ്റ് ബിലോ. എനിക്കറിയാം ഒത്തിരി പേര് അങ്ങനെ ഉണ്ട് എന്നുള്ളത്. അവർ ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് വന്നിട്ടുണ്ടെങ്കിൽ അവരിഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് നന്നായിട്ട് കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങും. അങ്ങനെ എത്ര പേരുണ്ട്? ഇപ്പം മനസ്സിലായോ സ്ട്രെസ്സ് എങ്ങനെയാണ് ഒബീസിറ്റിയെ ബാധിക്കുന്നത്? ഇതൊരു രീതി മാത്രമാണ്. മറ്റ് പലരും സ്ട്രെസ് അടിച്ച് ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് ഓവർ വെയിറ്റ് ഉണ്ടാക്കുന്നവരുണ്ട്. ഹോർമോൺ ഇംബാലൻസസ് കൊണ്ട് ഉറക്കമില്ലാതിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. സോ സ്ട്രെസ് എന്ന് പറയുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉറക്കമില്ലായ്മ ഉണ്ടെങ്കിൽ മഗ്നീഷ്യം സിങ്ക് ഡെഫിസിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കാം. അങ്ങനെയാണെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഹാപ്പിനെസ്സിന് വേണ്ടി എന്താണ് ചെയ്യുന്നത് അത് നിങ്ങൾ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന പേയ്മെൻറ്റിനേക്കാൾ ബെറ്ററാണ്. ഇത് മനസ്സിലാവും നിങ്ങൾക്ക്? അതായത് ഇപ്പം നമ്മൾ ഹാപ്പി ആവാൻ വേണ്ടി ഒരു ട്രിപ്പ് പോകുന്നുണ്ടെന്ന് വിചാരിക്കൂ. നാളെ എനിക്ക് ഭ്രാന്ത് പിടിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് ട്രിപ്പിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്ന സാധാരണക്കാരിയാണ് ഞാൻ. കാരണം എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഇനി ഞാൻ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത മിനിറ്റിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും എന്ന് തോന്നുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് സത്യം. അപ്പം ഞാൻ എവിടേക്കെങ്കിലും എനിക്ക് ട്രിപ്പ് പോകണം എന്ന് വാശി പിടിക്കാറുണ്ട് സത്യം. സോ നമ്മൾ ഏൺ ചെയ്യുന്നതിൻ്റെ ഒരു വലിയ ഭാഗം നമ്മുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാറ്റി വയ്ക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അല്ലെങ്കിൽ നമുക്ക് അത്രയും പ്രൊഡക്റ്റീവ് ആവാൻ സാധിക്കില്ല. അത് മനസ്സിലാക്കുക കേട്ടോ. സോ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു. ലവ് യു ഉമ്മ. ഇതിലേതെങ്കിലും ടോപ്പിക്കിനെ പറ്റി കുറച്ചുകൂടി എലാബറേറ്റ് ആയിട്ട് ഞാൻ സംസാരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. ലവ് യു ആൻഡ് താങ്ക് യു. എല്ലാവരെയും കെട്ടിപ്പിടിച്ചു. ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കണം കേട്ടോ. ബൈ.